വിവാദപരമായ കേരള സ്റ്റോറി. തുടങ്ങുന്നതിന് മുമ്പേ പറയട്ടെ, കേരളം ഒരു മതസൗഹാർദ്ദ സംസ്ഥാനമാണ്. ഫ്രണ്ട്സ്, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളവുമായി ഒരു ബന്ധവുമില്ലാതെ ആരൊക്കെയോ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അപരാധം കേരള സ്റ്റോറിയാണ്. തുടക്കത്തിൽ തന്നെ UN ഇൻകാർണേഷൻ സെൻ്ററാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അയാൾ അക്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ TV ഒക്കെ നിരത്തി വെച്ച് ആരൊക്കെയോ ഇരുന്ന് അവളെ ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളാണ് നമ്മുടെ ഈ കഥയിലെ നായിക. ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. അവർക്ക് വിശ്വാസമായില്ല കേട്ടോ. അവരിങ്ങനെ അവളെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. അവരുടെ റെക്കോർഡിലൊന്നും അവൾ ശാലിനി ഉണ്ണികൃഷ്ണൻ അല്ല. ഇവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവളാളൊരു ജഗജാല കില്ലാടിയാണ്. ഉറങ്ങുമ്പോൾ പോലും മുല്ലപ്പൂ ധരിച്ച് കിടക്കുന്നവൾ. കടവിലിരിക്കുമ്പോൾ മുല്ലപ്പൂ, പാലത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ മുല്ലപ്പൂ. കേരളമാണ് എന്ന് തെളിയിക്കണമല്ലോ. അതായത് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ മുല്ലപ്പൂ ചൂടിയാണല്ലോ ഉറങ്ങുന്നത് പോലും. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പബ്ബ് പോകുമ്പോൾ മുല്ലപ്പൂ. തമ്പുരാനറിയാം എവിടെയാണ് ഇതുപോലത്തെ പെമ്പിള്ളേരൊക്കെ കേരളത്തിലുള്ളതെന്ന്. അപ്പോൾ ഇവർക്കിതൊന്നും വിശ്വാസമായില്ല. മുഖം കണ്ടാലറിയാം. ഇവരിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു എയർപോർട്ടൊക്കെ കാണിച്ച് അവിടെ അവൾ വന്നിറങ്ങുന്നതൊക്കെ കാണിക്കും. ഇവൾ ഫാത്തിമ എന്ന പേരിലായിരിക്കും അവിടെ എത്തിയിരിക്കുന്നത്. സിറിയയിലേക്ക് കടന്ന് IS ചേരാൻ വേണ്ടിയിട്ടാണ്. അവരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നൊക്കെയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളിതൊക്കെ ഫ്ലാഷ് ബാക്കിലൂടെ അവരോട് പറയുകയാണ്. ഇവളവിടെ ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ചെയ്യുന്നത് ഒരാടിൻ്റെ തലയൊക്കെ വെട്ടി മുറിച്ചിട്ടാണ്. അവിടെ വെൽക്കം ചെയ്ത് അങ്ങനെ ആ വീട്ടിലെത്തി. അപ്പോൾ അവിടെ കിടന്ന് അവൾക്ക് അടുത്ത ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്ന അവളുടെ നാടും വീടും. അതാ മുല്ലപ്പൂ സാരിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നായിക. സൈക്കിളിൽ പോകുമ്പോൾ മുല്ലപ്പൂ. അവൾക്കൊരു മുത്തശ്ശിയുണ്ട്, നമ്മുടെ സുബ്ബു അമ്മൂമ്മ, നമസ്തേ അമ്മൂമ്മ, മരിച്ചു പോയി. അപ്പോൾ അവൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുല്ലപ്പൂ. ഇത് കേരളമാണ് എന്ന് മനസ്സിലാക്കി തരാൻ സംവിധായകൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വാഴയിലയിലൊക്കെയാണ് ഉണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ കിടന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ മുല്ലപ്പൂ. അങ്ങനെ അവൾ കാസർഗോഡ് നഴ്സിംഗ് കോളേജിലെത്തി. ആ കോളേജിലെ ചുമര് തീർത്ത് എഴുതി വച്ചിരിക്കുന്നു. ഇതൊക്കെ കേരളത്തിലെ ഏത് കോളേജിലാണ് എന്നാണ് തിരിയാത്തത്. ഒസാമ ബിൻ ലാദനൊക്കെയോ. അവിടെ പോയി അവളുടെ രണ്ട് ഫ്രണ്ട്സിനെ കിട്ടും അവൾക്ക്. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടും. അതിനിടക്കാണ് ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ തട്ടിട്ട് മലപ്പുറം or കോഴിക്കോട്? Not bad. Malappuram. And my name is Asifaba. Welcome. എന്തൊക്കെ കാണണം. വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ സംവിധായകൻ. അപ്പോൾ ഇവരവിടെ ഇരുന്ന് ഇവരെ ഫോട്ടോ ഒക്കെ ആരൊക്കെയോ എടുക്കുന്നുണ്ട്, ആർക്കൊക്കെയോ അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുട്ടക്കാരെ നമ്മുടെ സെൻറ്ററിൽ അത് കേൾക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഒരു ഹിന്ദുക്കുഷ് ഒരു വാലിയാണ്. അവിടെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുവന്ന് ഉള്ളിലൊക്കെ പാർപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയൊക്കെയോ കാണിക്കും. പിന്നെ കുറച്ചങ്ങോട്ട് എത്തി നോക്കുമ്പോൾ അവർ കാണുക അവിടെ രണ്ടാളെ തല വെട്ടിയിട്ടതാണ്. അത് കണ്ട് ഇവർക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. ഇവൾ ഗർഭിണിയാണ് കേട്ടോ. ഗർഭിണി ആവുന്ന എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഗർഭിണിയായിട്ട് പോലും അവളെ റേപ്പ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് വരും. ഇവരിവിടെ കിടന്ന് ഒരുങ്ങുകയാണ്. എങ്ങോട്ട് പോകാനാണോ എന്തോ. 2 പേര് വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ പരിചയമില്ലാത്തവന്മാരോടൊക്കെ ഇത്ര വേഗം ഇവർ ഇറങ്ങിപ്പോയി. അല്ല, അതിപ്പോൾ സർവ്വസാധാരണം, മനസ്സിലാക്കാനാവില്ലല്ലോ. ഇവർ ഡിന്നറൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ പബ്ബിലേക്ക് പോവാം. പബ്ബിൽ നല്ല നാടൻ പാട്ടും വെച്ച് തുള്ളുകയാണ്. എനിക്കിതറിയില്ല തമ്പുരാനേ, ഇതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന്. പബ്ബിൽ മുല്ലപ്പൂ വെച്ച് തുള്ളുന്നു. ഇവരങ്ങനെ സെറ്റായി ഏകദേശം അങ്ങനെ ഇവൾ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ഫ്ലാഷ് ബാക്കിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഇവർ സിറിയയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് അതിനുള്ള ട്രെയിനിങ്ങിലൊക്കെ പോകുന്നതായിട്ടൊക്കെ കാണിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവൾ രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരുത്തിയെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. വീണ്ടും തിരിച്ച് അവിടത്തേക്ക് തന്നെ പോകും. അവിടെ നമ്മൾ ഒരാളെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും ഫ്ലാഷ് ബാക്കിൽ അവർ കോളേജ് കാലഘട്ടത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഇവരില്ലേ, ഈ മയക്കാൻ വേണ്ടി അയച്ച കുറേ ചെക്കന്മാരും ഈ ആസിഫ എന്ന് പറയുന്ന പെണ്ണും ഇവരിക്കെല്ലാവർക്കും കൂടി ഒരു ഗുളിക കൊടുക്കുകയാണ്. അവരെ മയക്കിയിട്ട് ഇസ്ലാം ഒരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ. ഞാൻ പറയാൻ മറന്നു, ഈ മുസ്ലിം ഇവളില്ലേ തട്ടമൊക്കെ ഇട്ടിരിക്കുന്ന മുസ്ലിം എന്ന് പറയുന്ന അവളുടെ പേര് ആസിഫ കേട്ടോ. ഇതിലുള്ള ഇവൾ ഗീതു, മറ്റവൾ നീമ.
അങ്ങനെ ഇവർ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ കുറേ ചെക്കന്മാർ വന്നിട്ട് ഇവരെ ഹരാസ് ചെയ്യാണ്, മേലൊക്കെ പിടിച്ച് വലിക്കുകയും ഡ്രസ്സ് വലിച്ച് കീറുകയൊക്കെ ചെയ്യും. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരുത്തെ എവിടെയെങ്കിലും ഒന്ന് നോക്കിയാൽ 10 ആൾ അവനെ തല്ലാൻ വരുന്ന നാടാ. ഇവിടെ ഇവരെ അടിച്ചിട്ട് നോക്കാൻ ആളില്ല. ഇതേത് മാളാണോ, ഏത് പീടിയാണോ, എവിടെയാണോ എന്തോ. ദേ ഇവർ കിടന്ന് കരയുന്നു, കരച്ചില. അപ്പം മറ്റവൾ കുത്തി കൊടുക്കുകയാണ്, ഹിജാബ് ഇട്ടാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. ഇവന്മാർ വന്ന് ആ ഗുളിക ഇവരെ കുടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇവ MBBS എന്നാണെന്നൊക്കെയല്ലോ പറഞ്ഞത്. അങ്ങനെ ഇവർ രണ്ടാൾ ഗീതു ശാലിനിയും അങ്ങനെ ഹിജാബൊക്കെ ധരിക്കാൻ തയ്യാറാവും. നീമ പക്ക ഒരു മതവിശ്വാസിയായതുകൊണ്ട് ഓള് സമ്മതിക്കൂല. അങ്ങനെ ഇവരെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇവർ തുടങ്ങിക്കഴിഞ്ഞ്. അങ്ങനെ ഇവർ തമ്മിൽ കുടുംബം നടത്തുകയാണ്. ഏതാണ്ട് മതം മാറിയ പോലായി. അതിൻ്റെ ഇടയ്ക്ക് മറ്റവ ശാലിനീനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കുടുംബം നടത്തും. അങ്ങനെ അവൾ ഗർഭിണിയാവും. അപ്പോൾ ഇവർ ദീപാവലി ആഘോഷിക്കുന്നതും ഇവർക്ക് വീട്ടിൽ പോകാൻ താല്പര്യമേ ഇല്ലാതായി. അങ്ങനെ മതം മാറ്റുമെന്നാണ് ഇത് പറയുന്നത്. അങ്ങനെ വീണ്ടും ഇപ്പം ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ഫ്ലാഷ് ബാക്കിലേക്ക് എത്തി. അങ്ങനെ ഇവൾ പ്രസവിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇത് IS ക്യാമ്പിലൊക്കെ അവിടെ വെച്ച് നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സാക്കി പറയുന്നത് കൊണ്ട് നമ്മൾ ശരിക്കും സിനിമ കണ്ടില്ലെങ്കിൽ എന്തരോ നടക്കുന്നു ഒന്നും മനസ്സിലാകത്തില്ല. ഇവളതിൻ്റെ ഇടയ്ക്ക് IS ക്യാമ്പിൽ നിന്ന് കോളി ഇന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോളി ചെയ്യാൻ വേണ്ടി ഒരു വീട്ടിൽ പോകുന്നുണ്ടായിരുന്ന അവിടെയുള്ള അവളെ കോളി ചെയ്തത് മനസ്സിലാക്കിയിട്ട് അവളുടെ ഭർത്താവ് വെടിവെച്ച് കൊല്ലുന്നു. അത് സിമ്പിളാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ വെടി ഇടി പുക ഇത് തന്നെ. അങ്ങനെ വീണ്ടും കോളേജിൽ എന്താ നടന്നതെന്ന് കാണിക്കുകയാണ്. അങ്ങനെ ഇവരെ വീട്ടിൽ പോകുന്നുണ്ട്. ഗീതു വീട്ടിൽ പോയപ്പോൾ അവൾ അച്ഛൻ അത് കണ്ട് അറ്റാക്കായി അവിടെ തന്നെ വീഴും. അവളുടെ ശാലിനിയുടെ അമ്മ ഇത് കണ്ടിട്ട് ശാലിനിയുടെ പെരുമാറ്റം വളരെ റൂഡായത് കണ്ട ആ അമ്മക്ക് വിഷമാവുന്നൊക്കെയുണ്ട്. അതൊക്കെ നമുക്ക് ശരിക്കും സങ്കടമാവും കേട്ടോ. അങ്ങനെ ഇവർ മതം മാറ്റത്തിൻ്റെ പഠിക്കാൻ വേണ്ടി അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു. മറ്റൊന്നിലും അല്ലാതെ ഈ മതമാണ് വലുത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ശാലിനി ഗർഭിണിയാവും. മറ്റവൻ എന്ത് പണിയെടുക്കും? നമ്മുടെ ഇവനെ ഗർഭിണിയാക്കിയ റമീസ് അവളെ സ്വീകരിക്കണേ, മതം മാറണമെന്ന് പറയുന്നു. അപ്പോൾ ഗീതു ശാലിനിയും കൂടെ മതം മാറും. വീണ്ടും അങ്ങനെ കോളേജിലെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് വീണ്ടും ISലെ ഫ്ലാഷ് ബാക്കിലെത്തുകയാണ്. അവിടെ വെച്ച് ഇവളെ കല്യാണം കഴിക്കുന്നത് ഇഷാക്കാണെന്ന് മനസ്സിലാകുന്നത്. റമീസ് എവിടെ പോയോ എന്തോ. അവൻ അവിടെ വെച്ച് മരണപ്പെടുന്നു എന്ന് വന്ന് പറയുന്നു. ഇവർക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ, കുട്ടിയുടെ അച്ഛനൊന്നല്ലാതായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുന്നു. പിന്നെയും കോളേജിലെ ഫ്ലാഷ് ബാക്ക്. ഇത് പുട്ട് തേങ്ങ അറക്കും പോലെയാണ് മക്കളെ. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. ഇത് ഗീതാഞ്ജലി. ഗീതുവിൻ്റെ അച്ഛൻ അവളുടെ ഹിജാബൊക്കെ കണ്ട് തലചുറ്റി വീണ് ആശുപത്രിയിലായി. മതം മാറുന്നതൊരു കുറ്റമൊന്നുമല്ല മക്കളെ. ഇസ്ലാം മതവും കുറ്റമല്ല, ഒരു മതവും കുറ്റമല്ല. പക്ഷേ ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന അപരാധം എന്തൊക്കെയാണ്. അവളുടെ അച്ഛൻ്റെ മേൽ കാർക്കിച്ച് തുപ്പുകയൊക്കെ ചെയ്യാണ്. അത്രയും മതപ്പതിച്ച് പോകുന്നുണ്ട് നമ്മൾ എന്ന് കാണിക്കുന്നത് നമ്മുടെ കേരളത്തെ മൊത്തം അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്തിനു വേണ്ടിയാണ് ഈ സിനിമ ഉണ്ടാക്കിയത് എന്നറിയില്ല. അപ്പോൾ ഇവളെ റമീസ് ഇട്ടേച്ച് പോയി. അപ്പോൾ അവൾ ആരെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ ഇസ്ലാമിക് സെൻറ്റർ എന്ന് പറഞ്ഞ് അവരെന്തൊക്കെയോ നടത്തുന്നുണ്ട്, അവിടേക്ക് പോവാണ്. അവിടെ നിന്ന് ഇവളെ വേറെ ഏതോ ഒരുത്തന് കല്യാണം കഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരം അറിയാൻ ശാലിനിൻ്റെ അമ്മ ഗീതുവിനെ വിളിക്കുന്നുണ്ട്. അതിലും വലിയ തൊന്തരവ്. അവൾ ഇതിലും വലിയ പെട്ടത്. ഇവളെ ന്യൂഡ് വീഡിയോ ഒക്കെ മറ്റവൻ അയച്ചു കൊടുത്തിട്ട് അതൊക്കെ വെച്ച് ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ട് അവൾ കെട്ടിത്തൂങ്ങും. വീണ്ടും ഇപ്പം നടക്കുന്നതിലേക്ക് എത്തുകയാണ്. ശാലിനി ഇങ്ങനെ കഥയൊക്കെ പറയുകയാണ്. അവൾ കല്യാണം കഴിഞ്ഞ് കൊളംബോയിലേക്ക് ഹണിമൂണിന് പോകുന്നു എന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ട് ഹണിമൂൺ ആഘോഷിക്കാൻ പോയെടുത്താണെന്നാണ് നിമ വിളിക്കുന്നത്. നിമ വിളിച്ചിട്ട് സത്യങ്ങൾ മുഴുവൻ പറയും. റമീസ് കള്ളനാണെന്നും ഗീതു മരിച്ചെന്നും ഒക്കെ. ഇവക്ക് വേണ്ടി, ശാലിനിക്ക് വേണ്ടി ചോദിക്കാൻ പോയ നിമയെ എല്ലാവരും കൂടെ അവിടെ ഇട്ട് റേപ്പ് ചെയ്യും. റമീസും അവൻ്റെ കൂട്ടാളികളും. പിന്നെ ഗീതു ആത്മഹത്യ ചെയ്തതൊക്കെ പറയും. എന്നിട്ട് പോലും ഈ ശാലിനിക്ക് ബോധം വരില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ടില്ല അവൾ കൊളംബോന്ന് തിരിച്ചു വരാതെ വീണ്ടും പോവുകയാണ്. ഇവരെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് ശാലിനിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ഈ സമയത്ത് നീമ ഇങ്ങനെ പോയ കുറേ പെൺപിള്ളേരെ വാർത്തയും ന്യൂസും ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവളിത് ഒരു പ്രശ്നമാക്കാൻ അല്ലെങ്കിൽ
കമ്മീഷണറുടെ അടുത്ത് പോയിട്ട് പരാതിയായിട്ട് കൊടുക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ അവൾ പറയുന്ന കണക്കുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. 52,000 ആൾക്കാരൊക്കെ എന്നേ പറയുന്നത്. ഇവിടുന്ന് ഒരു 10-13 ആൾക്കാർ മുൻപ് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ഇപ്പം ആരും അങ്ങനെ പോകുന്നുമില്ല. ഇവൾ പറയുന്ന കണക്കൊക്കെ കേരളത്തെ അപ്പാട് അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വീണ്ടും ISൻ്റെ ആ ക്യാമ്പ് കാണിക്കുകയാണ്. അവിടുന്ന് ശാലിനീനെയും കുട്ടീനെയും പിടിച്ച് വലിച്ച് 2 ആൾക്കാർ ചേർന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. ആ പോലീസുകാരൻ അയാൾ കൈമലർത്തുകയാണ്. അങ്ങനെ ക്യാമ്പിൽ വെച്ചിട്ട് ഇവൾ അവിടെയുള്ള ഒരുത്തൻ്റെ മേലെ തുപ്പുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവളെ കുട്ടിയെ അവർ പിടിച്ച് പറിച്ച് എടുത്തുകൊണ്ട് പോവും. എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവരങ്ങനെ അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് ഇതുപോലെ വന്ന. അങ്ങനെ ശാലിനീനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ 3-4 പേര് അവളെ റേപ്പ് ചെയ്യുകയാണ്. പിന്നീട് അവിടുന്ന് രക്ഷപ്പെടണം എന്ന തീരുമാനത്തിലെത്തുകയാണ് ശാലിനി. അവൾക്ക് അവിടെ ഏകദേശം ഒരു ധാരണയുണ്ട് എവിടെയാണെന്നൊക്കെ. അപ്പോൾ അവൾ അതിർത്തിയിലാണ് ഉള്ളതെന്നറിയാം. അതിർത്തിയിൽ അവിടെ എവിടെയോ UN-ൻ്റെ, അതായത് USA-യുടെ ഒരു UN-ൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടെന്നറിയാം. അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് ആൾക്കാർ പിന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു 17 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡ്രോണ് ശാലിനിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അവളോടൊപ്പം സഞ്ചരിച്ചതിൽ ഒരാൾ അവർ കൊന്നുകളഞ്ഞു വെടിവെച്ച്. ഇവളങ്ങനെ രക്ഷപ്പെട്ട് അവിടെ എത്തുകയാണ്. പക്ഷേ ഇവളൊരു കുറ്റവാളിയാണ് എന്ന് തെളിയിക്കാൻ ഒരുപാട് തെളിവ് ഇവരെ കയ്യിലുണ്ട്. പക്ഷേ ഇവൾ ശാലിനിയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവ് പോലും ഇല്ല. അങ്ങനെ അവിടെ കുട്ടിയൊക്കെ കണ്ടെത്താൻ എന്ന നിലയിൽ അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്, അവരുടെ ക്യാമ്പിൽ തന്നെ നിൽക്കുകയാണ്. അവൾ അമ്മയൊക്കെ വിളിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ അവസാനം കാണിക്കുന്നത് ISൻ്റേതായ ഒരു വസ്ത്രമുണ്ട്, ഒരു കറുത്ത വസ്ത്രം. അത് കത്തിക്കുകയൊക്കെ ചെയ്തിട്ട് ശാലിനി ഇങ്ങനെ അവിടെ വെച്ച് സിനിമ അവസാനിക്കുകയാണ്. കേരളത്തെ മൊത്തം അപമാനിച്ചുകൊണ്ട് എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു സിനിമ എടുത്തു, എന്തിനു ഇങ്ങനെ ഒരു അപരാധം പടച്ചു വെച്ചു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും അതിവിടെ തീർന്നു.